ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഗുഡ് ബാഡ് അഗ്ലി, അതുപോലെ തന്നെ മമ്മൂക്ക നായകനായിട്ട് എത്തിയിട്ടുള്ള ബസൂക്ക എന്ന് പറയുന്ന സിനിമയെ കുറിച്ച്, ഈ രണ്ട് സിനിമയെ കുറിച്ചും കൂടി ഒറ്റ ഇതിൽ പറയാന്ന് വെച്ചു. ആദ്യം ഗുഡ് ബാഡ് അഗ്ലി, ഒരു ഇടിവെട്ട് ഫാൻ ബോയ് പടം എന്ന് തന്നെ പറയണം. ഇത്രയധികം റെഫറൻസോട് കൂടിയിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം ഇപ്പോൾ ഫാൻ ബോയ് പടം എന്നൊക്കെ പറഞ്ഞാൽ തമിഴിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് പേട്ട എടുക്കാം, രജനീകാന്തിൻ്റെ പേട്ട, അതുപോലെ തന്നെ കമലഹാസന്റെ വിക്രം, ഇപ്പോൾ റീസെൻ്റ് ഇറങ്ങിയതാണ് ഞാൻ പറയണത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സംഭവത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റെഫറൻസുകളുടെ ആറാട്ടാണ്. കെയുടെ തന്നെ പടങ്ങളുടെ റെഫറൻസുകളുടെ ആറാട്ടം തന്നെ വേണം പറയാൻ. അതിനകത്തൊരു സ്പെഷ്യൽ ക്യാമിയോ റോളൊക്കെ വരുന്നുണ്ട്. അത് പറയണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഞാൻ കണ്ട തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയിട്ടുള്ള ഒരു ക്യാമിയോ റോളാണ് അത്. അത്രയധികം നല്ല രസമായിട്ട് അവർ ചെയ്തു വെച്ചിരുന്നു. അതിന് കൊടുത്തിട്ടുള്ള ആ ഒരു സോങ്ങും കാര്യങ്ങളും അവരുടെ തന്നെ മുന്നത്തെ ഒരു സിനിമയിലത്തെ ഒരു സോങ്ങൊക്കെ വെച്ചിട്ടാണ് അവർക്കൊരു ഇൻട്രോയും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുള്ളത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. അടിപൊളി പരിപാടി തന്നെയായിരുന്നു. അജിത്തിന്റെ പഴയ പടത്തിലെ പാട്ടുകളും കുറച്ച് റെഫറൻസ് ആയിട്ട് പടത്തിലുണ്ട്. അതുപോലെ തന്നെ അല്ലാതെ വേറെ രണ്ട് മൂന്ന് റെട്രോ സോങ്സ് ഈ ഒരു സിനിമയ്ക്കകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. മേക്കിങ്ങിനകത്ത് പറയുകയാണെങ്കിൽ VFXും കാര്യങ്ങളൊക്കെ കുറച്ച് ശോകമായിരുന്നു എന്നുണ്ടെങ്കിലും പക്ഷെ ഉണ്ടല്ലോ, വെട്ടിച്ചില്ല് സാധനങ്ങൾ. ഇപ്പോൾ കാർട്ടൂൺ പരിപാടികളൊക്കെ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ എങ്ങനെ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന പരിപാടിയായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടി. കാരണം അത് നമുക്ക് താങ്ങാവുന്നതിനപ്പുറത്തുള്ള കോമ്പിനേഷൻ സീക്വൻസുകളൊക്കെ വരുന്നുണ്ട്. സോ അതൊക്കെ അവർ കാർട്ടൂൺ അല്ലെങ്കിൽ അനിമേഷൻ രൂപത്തിൽ അവർ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. അത് ഗംഭീരമായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് വേണമെങ്കിൽ സ്പൂഫ് എന്ന് വേണമെങ്കിൽ പറഞ്ഞ് അങ്ങനെ മാറ്റാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ ഒരു ഒഴുക്കിനനുസരിച്ചിട്ട് തന്നെ പോവാം. അപ്പം നമ്മൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇപ്പോൾ ലാസ്റ്റ് കാണിക്കുന്നില്ല, ആ ചൈനീസ് വില്ലനെ കാണിക്കുന്ന അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് കോമ്പിനേഷൻസ് വരുന്നുണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. വെറുതെ പറഞ്ഞു പോകുന്നൊരു സാധനം എങ്ങനെ റെഡ് ഡ്രാഗൺ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഫൺ റൈഡ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നത്. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന 3 ഫേസിൽ കൂടെ പോകുന്ന അജിത്തിനെയാണ് കാണിക്കുന്നത്. ഇതിൽ അഗ്ലി എന്ന് പറയുന്ന ഫേസിനകത്ത് എത്തുന്ന സമയത്ത് ഒരു കാർ ചേസ് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. മോനെ വേറെ ലെവൽ ഒരു മാഡ് മാക്സ് പരിപാടി തന്നെ അവിടെ നടത്തുന്നുണ്ട്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ, പൊളി സാധനമായിരുന്നു. അതുപോലെ തന്നെ എടുത്ത് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ GV പ്രകാശിന്റെ സ്കോറുകൾ, എനിക്ക് പാട്ടുകളൊന്നും ഇറങ്ങിയ സമയത്ത് വലിയ ഒരു ഇമ്പാക്റ്റ് തന്നിട്ടുണ്ടായിരുന്നില്ല. സ്കോറൊക്കെ ഭയങ്കര മാർക്ക് ആന്റണി പോലെ തന്നെ ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു പരിപാടിയൊക്കെ പിടിക്കുന്നൊക്കെ തോന്നിയെങ്കിലും തിയേറ്ററിനകത്തിരുന്ന് കേൾക്കുന്ന സമയത്ത് ഈ ഫാസ്റ്റ് പേസ് ആണ്. ഈ നമ്മൾ ഈ ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ 3 സിനിമ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു കഥാ സംഭവം ഉണ്ടല്ലോ, അത് ഈ ഒരൊറ്റ പടത്തിൽ ഇവർ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫാസ്റ്റ് പേസിൽ കഥ പറഞ്ഞു പോകണം, അതിനെ മുട്ടി നിൽക്കാൻ പാകത്തിനുള്ള സ്കോർ തന്നെ വേണം. അപ്പോൾ കുറച്ച് ലൗഡായാലും കുഴപ്പമില്ല. തുടക്കം മുതൽ ലൗഡായിട്ടുള്ള സാധനങ്ങൾ ഇട്ടിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി അനിരുദ്ധ് പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് കേട്ട സമയത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് തുടക്കത്തിൽ തന്നെയാണ്, അതായത് അജിത്തിൻ്റെ ഇൻട്രോ കഴിഞ്ഞിട്ട് ഒരു ജയിലിനകത്ത് വെച്ചിട്ടുള്ള ഒരു ഇൻട്രോ സോങ് ആണ്. ആ സോങ് എസ്പെഷ്യലി പാൽഡബ്ബ എന്ന് പറയുന്ന, പാൽഡബ്ബ എന്നാണ് തോന്നുന്നത് ആ റാപ്പ് പാടിയ പുള്ളിക്കാരൻ്റെ പേര്. ആ ഒരു പോർഷൻ വരുന്ന സമയത്ത് താലയുടെ സ്ക്രീൻ പ്രസൻസും അതുപോലെ തന്നെ ആ വരികളും മേക്കിങ്ങും ഡാൻസ് സ്റ്റെപ്പുകളും ഒക്കെ പാടെ ആകുമ്പോൾ അതേ സാധനം തന്നെ, അതായത് ഈ റാപ്പ് പരിപാടി തന്നെ ആക്ഷൻ സീക്വൻസിനകത്ത് 1-2 സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ലെവലായിരുന്നു, വേറെ റേഞ്ചിൽ ആസ്വദിച്ചു. അതുപോലെ തന്നെ റെഫറൻസുകൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ ഓൾമോസ്റ്റ് ഒരു 99% പടം അജിത്തിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. അജിത്തിൻ്റെ തന്നെ കൊമേഴ്ഷ്യലി സക്സസ് ആയിട്ടുള്ള സിനിമകളുണ്ട്. ആ ഒരു സിനിമകളിലെ തന്നെ ഐക്കോണിക് ആയിട്ടുള്ള പല സാധനങ്ങളും ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരു വിളമ്പി വെതറിയിരിക്കുകയാണ്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. 2-3 കൊല്ലത്തേക്ക് ഇനി മിക്കവാറും മൂപ്പര് പാട്ട് എടുക്കില്ല. അപ്പോൾ അതിന് ഫാൻസിന് ഒരു ട്രീറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ എടുത്തിട്ടുള്ള ഒരു തമിഴ് ഓഡിയൻസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് തമിഴ് പടം എന്ന് തന്നെ വേണം പറയാൻ. സ്റ്റോറി ഒരു പഴയ കാലം പോലെ തന്നെ കേട്ടിട്ടുള്ള നായകൻ ഒരു വലിയൊരു സംഭവമാണ്, റെഡ് ഡ്രാഗൺ ആണ്. നായികയ്ക്ക് വേണ്ടിയിട്ട് ഒരു അന്തമില്ലാത്തൊരു നായിക പറയുന്നതും കേട്ടിട്ട് ആൾ നന്നാവാൻ തീരുമാനിക്കും. നന്നായി തിരിച്ചു വരുന്ന സമയത്ത് മൂപ്പരെ പാസ്റ്റ് വിടാതെ പിന്തുടരുന്നു. ശേഷം ആൾക്ക് വീണ്ടും പഴയ നമ്മുടെ റെഡ് ഡ്രാഗൺ ആവേണ്ടി വരുന്നു. സോ അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ നമ്മൾ ഇഷ്ടംപോലെ പടത്തിൽ കണ്ടിട്ടുണ്ട് മുമ്പ്. സോ നോർമൽ ഓഡിയൻസിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഗംഭീരം, അല്ലെങ്കിൽ അജിത്തിൻ്റെ പടങ്ങൾ എസ്പെഷ്യലി കേരളത്തിലുള്ളവർക്ക്
അജിത്തിന്റെ പടങ്ങളൊന്നും അധികം അറിയുണ്ടാവില്ല. അവർ പണ്ടത്തെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ വേതാളം, ബില്ല, ആ ഒരു 2-3 കാറ്റഗറിയിൽ പെടുന്ന സാധനം, ആരംഭം, പിന്നെ ഇപ്പം ഇറങ്ങിയ കുറേ മണ്ടം പടങ്ങളൊക്കെയാണ് അറിയുള്ളൂ. മുമ്പത്തെ പടങ്ങളെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഫാൻ ബേസ് കേരളത്തിൽ അത്രേ ഉള്ളൂ അജിത്തിന്. എന്നാൽ വിജയുടെ പടങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. സോ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ കണക്ട് ആവാൻ, ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊന്നും പോകണമെന്നില്ല. പക്ഷേ അജിത്തിൻ്റെ ഫാൻസാണ്, അജിത്തിൻ്റെ പടങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ റേഞ്ചിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഗുഡ് ബാഡ് അഗ്ലി. ഒരു തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച് ഐറ്റം തന്നെയാണ്. ഇനി ഒരുപാട് കാലം ഫാൻസിന് സ്റ്റാറ്റസ് ആക്കി നടക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഈ ഒരു പരിപാടിക്കകത്തുണ്ട്. സോ എന്തായാലും നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കാം. ഇനി അടുത്തത് ബസൂക്ക, നമ്മുടെ സ്വന്തം മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഗെയിം ത്രില്ലർ എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ളൊരു സിനിമയാണ് ബസൂക്ക എന്ന് പറയുന്നത്. കുറേ ആൾക്കാരിങ്ങനെ വന്ന് അമിട്ട് പൊട്ടിക്കണ പോലെ പൊട്ടിക്കണ്ടായിരുന്നു. ക്ലൈമാക്സ് അരമണിക്കൂർ മമ്മൂക്ക ആടി നൃത്തം ചവിട്ടി മറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വാരി വിളിച്ച് പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അത്രയും നെഗറ്റീവായിട്ട് കേട്ടിട്ടാണ് ഞാൻ ഈ ഒരു പടം കാണാൻ കയറുക. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ പുഷ്പ 2 ഒക്കെ ഞാൻ കണ്ടത് ഭയങ്കര നെഗറ്റീവ് റിവ്യൂസൊക്കെ കേട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് വയ്യാണ്ട് കിടന്നിട്ട് ഞാൻ കാണാൻ പോയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ പടം ഇഷ്ടപ്പെട്ടു ഞാൻ, കാരണം അത്രയും പ്രതീക്ഷിച്ചിട്ടുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ച് പുഷ്പേനെക്കാളും ഇഷ്ടപ്പെടുകയും ചെയ്തു ഈ സിനിമ. സോ അത്രയും ലോ എക്സ്പെക്ടേഷനിലാണ് ഞാൻ ഈ പടം പോയി കണ്ട് ഇഷ്ടപ്പെട്ടത് പുഷ്പ 2. അതേപോലെ തന്നെയാണ് ബസൂക്കയ്ക്കും ഉണ്ടായത്. അത്രയും ലോ എക്സ്പെക്ടേഷനിലാണ് ഞാൻ പോയി കണ്ടത്. ഒരു തേങ്ങ ഉണ്ടാവില്ല. അവസാനത്തെ ഒരു അരമണിക്കൂർ എന്തൊക്കെയോ ആൾക്കാർ പറയുന്നുണ്ട്, സൂപ്പറാവും എന്നൊക്കെ പറയുന്നുണ്ടെന്ന് അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പടം കാണാൻ പോയത്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് പടത്തിന്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇന്റർവെല്ലിന് തൊട്ട് മുമ്പത്തെ സീൻ വരെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു സിനിമാനുഭവം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇൻട്രോ ഗൗതം വാസുദേവനോന്റെ തന്നെ കരിയറിലെ ദ ബെസ്റ്റ് ഇൻട്രോ എന്നൊക്കെ പറയാവുന്ന രീതിക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മമ്മൂക്കയുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ജെന്റിൽമാൻ ലുക്കിലൊക്കെ ഉള്ള ഒരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുള്ള നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന പടം. ഞാൻ എൻ്റെ മൈൻഡിലുള്ളത് ഗെയിം ത്രില്ലർ എന്നൊക്കെ പറഞ്ഞപ്പം, ഇപ്പോൾ ഗെയിം കളിക്കുക, ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ പബ്ജി അതുപോലത്തെ വലിയ വലിയ ഗെയിമുകൾ കൊണ്ട് കളിച്ച് കാശുണ്ടാക്കുക, അതുകൊണ്ട് ലൂട്ട് ചെയ്യുക എന്നുള്ള പരിപാടിയൊക്കെ പിടിച്ച് പോലീസ് അതിനെതിരെ ഒരു ഗെയിമറെ ഇറക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ് ഞാൻ എൻ്റെ മൈൻഡിൽ വരുന്നത്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഗെയിം എന്ന് പറഞ്ഞാൽ പാമ്പും കോണിയും, സൂപ്പർ മാരിയോ, പിന്നെ എന്തുട്ടായിരുന്നു ടെമ്പിൾ റണ്ണ്, ഇതൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടികളാണ് ഇതിൽ പിടിച്ചേക്കുന്നത്. എനിക്ക് ആക്ച്വലി ഞാൻ ആന ബ്ലണ്ടർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു പരിപാടി എനിക്ക് തീരെ പറ്റിയില്ല. എന്നെ സംബന്ധിച്ച് ചിരിച്ചൊരു വഴിക്കായി ഒരു എന്താ പറയുക മലങ്കൾട്ട് പടം അങ്ങനെയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ കുറേ ചിരിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. ആനമണ്ടത്തരം എന്നൊക്കെ പറഞ്ഞാൽ ആനമണ്ടത്തരം, ഒരു ലൂട്ടിങ് സീനൊക്കെ ഉണ്ട്. ഒരു ഒരു ലോക്കർ ഇവർക്ക് സെറ്റ് ചെയ്യാനുള്ള ആവതില്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ എന്തിനൊരു പടം എടുക്കുന്നത്? അതും പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയൊക്കെ പോലത്തെ ആൾക്കാർ ഇടപെട്ടൊരു പടം എടുക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊക്കെ എനിക്കറിയാം. ഞാനൊരിക്കലും ഡയറക്ടറെ തെറ്റു പറയില്ല കേട്ടോ. അത് പോരാണ്ട് തന്നെ ക്ലൈമാക്സിൽ 1 മണിക്കൂർ സൂപ്പർ പടം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ നടക്കണയൊക്കെ കണ്ട്, എന്ത് കണ്ടിട്ടാണ് സൂപ്പർ എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു വേഷം ചെയ്ത ആള് ജീവിതത്തിൽ ഇങ്ങനെ ഒരു കോമാളി വേഷം ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ പറയുള്ളൂ. കോമാളിത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റം കോമാളിത്തരം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറായി പോകും, അതുകൊണ്ട് മാത്രം ഞാൻ പറയാത്തതാണ്. അതും പോരാണ്ട് ഞാൻ ഡിക്റ്ററ്റീവാണ്, കേസ് അന്വേഷിക്കുകയാണെന്നുള്ളതൊക്കെ ഒരു പരിചയമില്ലാത്തവൻ്റെ അടുത്ത് ബസ് കയറി ഇരുന്നിട്ട് ആന ഡയലോഗ് അടിക്കണ കണ്ടാൽ തന്നെ അറിയാം ഓരോ മണ്ടത്തരങ്ങൾ ഇനി വരാൻ കട്ടക്കണേ ഉള്ളൂ എന്നുള്ളത്. സോ അത് എന്താ ഞാൻ പറയാം, എനിക്കൊന്നും പ്രത്യേകിച്ച് ഈ പടത്തിനെ കുറിച്ചൊന്നും പറയാനില്ല. ഗൗതം വാസുദേവനോന് കിട്ടിയ ഒരു ഇൻട്രോ, അതാണ് അയാൾക്കൊരു ബോണസ് എന്ന് പറയുന്നത്. സിദ്ധാർത്ഥ് ഭരതനൊക്കെ ഒക്കെ മണ്ടം പോലീസും കാര്യങ്ങളൊക്കെ. ആറാട്ടെണ്ണൻ്റെ ഒരു സ്പെഷ്യൽ ക്യാമിയോ റോളൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എത്രയോ ആൾക്കാരുണ്ട്, ഇങ്ങേർക്ക് തന്നെ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല, ആറാട്ടെണ്ണൻ ഫാൻസൊക്കെ കയറി നിരങ്ങും എന്തായാലും. ഞാനൊരിക്കലും ഡയറക്ടർ ഇതിലൊരിക്കലും തെറ്റു പറയില്ല. മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് മൂപ്പരെ അതിൽ പിടിച്ച് ഡയറക്റ്റ് ചെയ്യാൻ വിളിച്ച് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വാചകം അടിച്ചായിരുന്നു അതിന് മുന്നേ ഇരുന്നിട്ട്. മൂപ്പരെന്നെ പറഞ്ഞിട്ടുണ്ടാവും ഞാനിത് ചെയ്യുന്നില്ല, നല്ലൊരു ഡയറക്ടറെ കൊണ്ട് ചെയ്യിച്ചാൽ മതി. പക്ഷെ ഡയറക്ടറൊന്നും കിട്ടാത്ത സ്ഥിതിക്ക് മോൻ തന്നെ പടം ചെയ്യും, മോൻ എന്തായാലും ഇതിനെക്കുറിച്ച് നല്ല ഐഡിയ ഉള്ളതാണ്, അപ്പം മോൻ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ശരി, മോൻ തന്നെ ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാൽ ഈ ക്ലൈമാക്സിലുള്ള സാധനം നേരെ വൃത്തിക്കും ചൊവ്വയ്ക്കും എടുപ്പിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആ ഒരു ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരനെ നാശാക്കി എന്നല്ലാണ്ട് എനിക്ക് വേറൊന്നും പറയാനില്ല. എസ്പെഷ്യലി ആ റോളൊന്നും ആ ഒരു വ്യക്തി ചെയ്യേണ്ടതല്ല.
കുറച്ചും കൂടി യങ്സ്റ്റേഴ്സ് ഒക്കെ ചെയ്യേണ്ട കുറച്ച് പരിപാടികളൊക്കെ വേറെ കുറേ ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ടൊക്കെ എനിക്ക് മനസ്സിലായില്ല എന്തിനു വേണ്ടിയിട്ട്. എന്താണ് ഇതിപ്പോൾ കുറേ പുതുമ എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ നോക്കിയതൊക്കെ ആണെങ്കിൽ ആന ബ്ലണ്ടറായി എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ലൂട്ടിങ് സീനൊക്കെ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് പറയാൻ പറ്റുന്നില്ല എനിക്ക്. അത് പറഞ്ഞ സ്പോയിലറായി പോകും, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. തുടക്കത്തിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഇമ്പ്രഷൻ എനിക്ക് സിനിമയിൽ വേറെ എവിടെ എനിക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ പറയുന്ന ഈ അവസാനത്തെ അരമണിക്കൂറിലും കിട്ടിയിട്ടില്ല, ഇന്റർവെല്ലിലും കിട്ടി. ഇന്റർവെല്ല് ആക്ഷൻ സീക്വൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ ടൈപ്പ് അടി എന്നല്ലാണ്ട് വേറൊന്നും പറയില്ല. അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സീരിയലിൽ ഇതിനേക്കാളും ഭംഗിയായിട്ട് ആക്ഷൻസ് ചെയ്യുന്ന കുറേ സീക്വൻസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മമ്മൂക്ക ഡ്യൂപ്പിനെ വെച്ച് ചെയ്താന്നുള്ളത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം ഓടുന്ന ഒരു സീക്വൻസും അതുപോലെ തന്നെ മേശയുടെ മുകളിൽ കൂടെ തിരിഞ്ഞ് മറിഞ്ഞിട്ട് ഒരു ചവിട്ടൊക്കെ ചവിട്ടുന്നതൊക്കെ ആന ബ്ലണ്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ ഒരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും ശരിക്കും മമ്മൂക്കയല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ഓരോ കട്ടും നമുക്ക് മനസ്സിലാവുമോ ഇത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അടുത്ത സീനിലേക്ക് പോവുകയാണെന്നുള്ള എഡിറ്റിങ്ങിലുള്ള കുറേ പാകപ്പിഴകൾ. അത് എനിക്ക് തോന്നുന്നു നിഷാദ് യൂസഫ് ചെയ്തുകൊണ്ടിരുന്ന സാധനം വേറെ ആൾ കൈവച്ചിട്ട് ആകെ കൊളായി എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. കാരണം നിഷാദ് യൂസഫിൻ്റെ അടുത്തുനിന്ന് അങ്ങനത്തെ ഒരു സാധനം വരാറില്ല സാധാരണ. സോ എന്തായാലും എന്നെ സംബന്ധിച്ച് ആന ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു കോമാളി പടമായിട്ടാണ് ബസൂക്ക എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ സോറി, ഇത് പറയേണ്ടി വരുന്നതിൽ എനിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ട്. കാരണം ഇത്രയധികം നല്ല രീതിയിലൊരു പരിപാടി ചെയ്ത് കൊണ്ടിരിക്കുന്ന മമ്മൂക്കയ്ക്ക് ഇങ്ങനത്തെ ഒരു റോളൊക്കെ കൊടുത്ത്, അത് റോള് കൊടുക്കണോണ്ട് വിഷയമൊന്നുമില്ല, പക്ഷേ നല്ല രീതിക്കൊക്കെ നേരെ ചൊവ്വയൊക്കെ എടുക്കാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയെന്നെ. ഞാൻ പറഞ്ഞില്ലേ ഈ ഗെയിമിംഗ് എന്ന് പറയുന്നത് ഇവർ ഉദ്ദേശിക്കുന്ന ടെമ്പിൾ റണ്ണും ഗെയിം ത്രില്ലർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗെയിം ത്രില്ലർ, അറ്റ്ലീസ്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഗെയിം ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഇതൊന്നും ആയിരുന്നില്ല. ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് ടെമ്പിൾ റണ്ണ് വെച്ചിട്ടൊരു ക്ലൂ കൊടുക്കും, സൂപ്പർ മേരിയോ വെച്ചിട്ടൊരു ക്ലൂ കൊടുക്കും, അതുപോലെ തന്നെ എന്തുട്ടായിരുന്നു പാമ്പും കോണിയും വെച്ചിട്ടൊരു ക്ലൂ കൊടുക്കും. ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു ഗെയിം ത്രില്ലർ എന്ന് പറയുന്നത്. തമ്പുരാനറിയാം, എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാവുന്നൊരു സംഭവം, ഈ ലൂട്ടിങ്ങിന് ഉപയോഗിക്കുന്നത് ഒരു ഗെയിമറെ വേണം. ഗെയിം കളിച്ച് ശീലമുള്ള ആൾക്കാർക്കാണിത് തുറക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പരിപാടിയൊക്കെ വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല, ഇത് സാധാരണ ഒരു ഹാക്കർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കേസേ ഉള്ളൂ ഈ ഒരു സംഭവം. എന്തോ എനിക്ക് മനസ്സിലായൊന്നുമില്ല. എന്തായാലും നിങ്ങൾ കാണാനുള്ളവരാണെങ്കിൽ നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണുക. കണ്ടാലും ഇല്ലെങ്കിലും ഒരു നഷ്ടവും വരാനില്ല. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൻ്റെ അവിടുത്തെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.